ബോർഡർ 2 പഴയ ബോർഡർ സിനിമ ഉണ്ടോ? പഴയ സന്ദേശ് അതല്ലേ അതിലല്ലേ? അത് തന്നെ. അതാണ് ബോർഡർ. ഞാൻ ആ പാട്ടാണ് കണ്ടത്. എനിവേസ് വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. സീരീസ് ഇത്ര വർഷത്തിന് ശേഷം ബോർഡർ. ആരുടെ 1971 മറ്റേ ഇൻഡോ പാക് വാർ ഉണ്ടല്ലോ. അല്ല ഇത് മറ്റേ പാട്ടുകാരെ പാട്ടുകാരെ ദിൽജീത് അല്ലേ? ദിൽജീത് ജോസാൻ. ജോൺ അബ്രാമിന്റെ അനിയന്. എന്തോ അപ്പൊ ബോർഡർ കോമഡിയായി. എല്ലാ സിനിമയിലും ഇവന്റെ ചുണ്ട് റിപ്പബ്ലിക് ഡേ. അയ്യോ സമയമുണ്ട് കേട്ടോ. കൊള്ളാം. വരുൺ ധാവൻ വേണമായിരുന്നോ? ദിൽജീത്ത് ഒക്കെ അഭിനയിച്ച് തള്ളിയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഇവ അഭിനയം പഠിച്ചില്ല എന്നാ? എനിക്ക് അറിഞ്ഞൂടാ. അവന് അക്ഷയ് കുമാർ, സണ്ണി ലിയോൺ. ബോർഡർ 1 സണ്ണി ലിയോൺ ഉണ്ട്. കോമഡി ആക്കില്ല സാറ് വന്നിട്ട്. അത് ആകെ ഒരാള് മാത്രം ഇതില് കോമഡി ഉള്ളു. ആരെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും നാളായിട്ട് ഇവൻ അടി കൊണ്ടിട്ട് ആലിയ ഭട്ടിനെ നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്, അറിയാമോ? ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ അഭിനയം പഠിച്ച് രക്ഷപ്പെട്ടു. നെപ്പോട്ടിസമൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ അതിനൊരു പരിധിയില്ല. അയ്യോ ഇല്ല, ഇത് സെയിം റിയാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ സിനിമ ബോഡിയും കയറി. കാരണം ഇവന്മാര് എനിക്ക് തോന്നുന്നതില് നമ്മളങ്ങനെ ഇത് പറയുന്നതല്ല, പക്ഷെ ടൈഗർ ഷ്രോഫ് ആക്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ് ഇതൊന്നും അല്ല. ആക്ടിങ്ങിൽ എഫർട്ട് ഇടണം. ഇപ്പം മെസ്സിയെ കാണാൻ വന്നപ്പോഴത്തേക്ക് ആശാൻ മറ്റേ അതിന്റെ ഒരു ആവശ്യമില്ലേ? മസിൽ ഫുൾ ഓപ്പൺ ആക്കി കേട്ട് മെസ്സിയുടെ ഇവ ആരുടെ എന്ന് വെച്ചാ അവിടെ വന്ന് ഇപ്പൊ ഇതുവല്ല കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആശാന്റെ എല്ലാവരുടെയും ബോളിവുഡിൽ ഇപ്പോഴും ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയമല്ല, ഈ ബോഡിയും കുറെ ഷോ ഓഫും ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ. അല്ലെങ്കിൽ ഇവനൊക്കെ എന്നേ ഫീൽഡ് ഔട്ട് ആവേണ്ടെന്ന് നമ്മളൊക്കെ. പിന്നെ സ്റ്റോറി സൈഡ് ഇതെല്ലാം കുറച്ച് എന്താണ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്നല്ലേ. 1971 ഇൻഡോ പാക് വാർ. അപ്പൊ കുറച്ച് പാട്രിയോട്ടിക് അങ്ങനെയുള്ള ഒരു മൂവി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ഇപ്പോ ബോളിവുഡില് സംഭവം എന്താണ്, കഥയൊന്നുമില്ല, ഒന്നി റീമേക്ക് സോങ്ങുകളുടെ ഒരിടയ്ക്ക് അതായിരുന്നു ട്രെൻഡ്, അറിയാമല്ലോ. പഴയ സോങ്ങുകളെല്ലാം എടുത്ത് റീമേക്ക് ചെയ്ത് കുറെ പേളം ഉണ്ടാക്കും. ഇപ്പോഴും ഈ ഇത് തന്നെ എല്ലാത്തിന്റെ സെക്കൻഡ് പാർട്ട്, പഴയ കുറെ മൂവീസിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരും. ഇവന്മാരെന്തെങ്കിലും അതിനെ കുളം തോണ്ടി അങ്ങ് അറ്റം വരുത്തിട്ട് ഇതിപ്പം ഓൾറെഡി ഇവരുടെ സ്റ്റോറി ഉണ്ട്. സ്റ്റോറിക്ക് ഇവര് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ കണ്ടില്ലേ അത് പുള്ളി മരിച്ചു പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു AI എങ്ങോട്ടാക്കിയത്. പക്ഷെ ഇത്രയും ഒരു അപരാധ സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. അത് തിയേറ്ററിൽ പോയാണ് കണ്ടത്. ആദ്യം അവന്റെ ചുണ്ടിന് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം. ഒരു ആക്ടിങ് വൈസ് ഒരു
ഇമ്പ്രൂവ്മെന്റും കാണിക്കത്തില്ല. ചിലപ്പോ ഇതിനിപ്പം അഭിനയിച്ച് മറയ്ക്കുന്നുണ്ടോന്ന് അതെ, എനിക്കറിയാം. എനിക്കൊന്നുമില്ല. Again, വെടികൊണ്ട് ചാവുമായിരിക്കും. അപ്പൊ ഇതിനകത്ത് പിന്നെ ഇതെല്ലാം പേട്രിയോട്ടിസം കാണിക്കും. ഒരു റിപ്പബ്ലിക് ഡേ ആകുമ്പോൾ ഒരു ബോളിവുഡ് ഓൺ ദ സെയിം ലെവൽ. അന്ന് ഇന്നും അവർ ഫോളോ ചെയ്യുന്ന ഈ റിപ്പബ്ലിക് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കുറെ പാട്രിയോട്ടിക് പടങ്ങൾ കൊണ്ടുവരും. അത് തന്നെ, അല്ലാതെ എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല. What do you think? സ്റ്റോറി വൈസ് അങ്ങനെ ഒരു സ്റ്റോറി, പിന്നെ അതെ, കൂടുതൽ അതിലൊന്നും ഇല്ല ട്രെയിലറിൽ. ദേശഭക്തി സംഭവം ആ ഒരു സാധനം വർക്കാവും, ഉറപ്പാണ്. ഓർഡർ ചുമ്മാ ഇവര് ഉണ്ടാക്കിയ കഥയല്ലല്ലോ. ഇവന്റ് ആയതുകൊണ്ട് ഒരു നമ്മുടെ റിയൽ ലൈഫ് ഹീറോസിന്റെ ഒരു ഇന്ദിരാഗാന്ധി PM ആയിരുന്ന സമയത്തുള്ള ഓർമ്മ. എനിക്ക് തോന്നുന്നു ഇതാണ് ബംഗ്ലാദേശ് മറ്റേ വിഭജനം വാറുണ്ടല്ലോ, ആ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ, ആ ഇൻഡോ പാക്ക് ഈ കറക്റ്റ് ടൈമിൽ ഇൻഡോ പാക്ക് ആകുമ്പോ സംഭവം ആ ഒരു സൈഡ് ക്ലിക്ക് ആവും, നിലവിളിയായിരിക്കും. ഇപ്പം വന്ന് നിലവിളിയായിരിക്കും. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. തമ്മിലുണ്ടല്ലോ ഇതിടണം. നമ്മള് രണ്ട് സൈഡിൽ ഇങ്ങനെ പണ്ട് നമ്മള് കളിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് നമ്മളെ തള്ളിയിടൂലേ, തള്ളിയിടോ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇതില് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബട്ട് റിലീസ് 23 Jan ആണ് റിലീസ്, 26 ഇതിനോടനുബന്ധിച്ചാണ് വരുന്നത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഗൈസ്. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. തിയേറ്ററിൽ പോയി കാണും എല്ലാവരും. 23rd Jan റിലീസ്. Alright guys, Thank you guys. Up until the next video. Jai Hind.